ഏകദേശം ഒരു 9:30 സമയത്ത് വന്ന പേഷ്യൻ്റാണ്. 2 പേരുണ്ടായിരുന്നു പേഷ്യൻ്റായിട്ട് വന്നവർ. ഒരാൾക്ക് വയറിന് സംബന്ധമായ ബുദ്ധിമുട്ടായിട്ട് വന്നതും മറ്റൊരാൾ അലർജിക് റിയാക്ഷനായിട്ട് വന്നതാണ്. അപ്പം വയറിന് സംബന്ധമായ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് ഫ്ലൂയിഡും ട്രിപ്പും ഒക്കെ ഇട്ട് പേഷ്യൻ്റ് കിടക്കവേ ആ സമയത്താണ് അടുത്ത പേഷ്യൻ്റ് വരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറാണ് പേഷ്യൻ്റായിട്ട് വന്നത്. അപ്പം അവർക്ക് അലർജി സംബന്ധമായ പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് കുറേ ദിവസമായിട്ടുണ്ട്. അവർക്കൊരു സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ അവർ 2 ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ടാബ്ലറ്റ്സ് അവർ രണ്ടും എന്നെ കാണിച്ചിരുന്നു. അപ്പോൾ കാണിച്ചു ആ ടാബ്ലറ്റ്സിന് എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ടാബ്ലറ്റ് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. പക്ഷേ ഈ സമയത്ത് ഈ രണ്ടാമത് എന്നോട് അലർജിയുടെ ഇഷ്യൂ ആയിട്ട് വന്ന പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല, ദൂരെ നിന്നത്. ഞാൻ എന്താണ് ഇവരോട് സംസാരിച്ചെന്നുള്ളത് അവർക്കറിയത്തില്ല. അതിനുശേഷം ഒരു 10:30 സമയമായപ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റ് മൊത്തത്തിൽ 5 പേരുണ്ടായിരുന്നു. 5 പേരും ഒബ്സർവേഷൻ റൂമിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഈ 5 പേർ അതിലുള്ളത് കൊണ്ട് ഒരാൾ മാത്രമേ രോഗിയുടെ കൂടി ഇരിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം സ്റ്റാഫ് പറഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒരു റിയാക്ഷൻ ഇല്ലാഞ്ഞിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത്. സെക്യൂരിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻ്റ് നീ ആരാ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് എന്താ വെളിയിൽ പോയിരുന്നൂടെ എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിയോട് മോശമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം അവർ പേഷ്യൻ്റ് നോക്കിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിച്ച് ഏത് തരത്തിലാണ് പേഷ്യൻ്റ് നോക്കാഞ്ഞെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഗുളിക ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞത്. പക്ഷേ ആ ഗുളികയുടെ പേര് അതിലുണ്ടായിരുന്നു. ഞാൻ ആ പേഷ്യൻറ്റിനോട് സംസാരിച്ചതുമാണ്. പക്ഷേ വഴക്ക് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു. അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ എന്നോട് വെറുതെ തട്ടിക്കയറി അങ്ങോട്ട് ആണ് ഒരു ചേട്ടൻ്റെ ഒരാൾ പേഷ്യൻ്റെ അമ്മ, ഒന്ന് മകൻ്റെ മകളാണ് അടുത്ത പേഷ്യൻ്റ്. അവർ ബഹളം വയ്ക്കും. ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെളിയിൽ ഇറങ്ങിപ്പോ, നീ ആരാടി, അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അത് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ വേണ്ടില്ല, സാമാന്യ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എൻ്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു, മുഖത്തടിച്ച് മീൻസ് എൻ്റെ ശരീരത്തോട് സംസാരിക്കരുതെന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തതാണ്. അങ്ങനെ അവർ ഒരുപാട് ആരെ ആയാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ, എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ അന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നതും എന്നോട് സംസാരിച്ചതും. എന്നെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ്. വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വാക്കുകൊണ്ടാണെങ്കിലും ശരി, ശാരീരികമായിട്ടാണെങ്കിലും ശരി, എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്.